ഹലോ. അപ്പോൾ ദേ ഇന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ ചെന്തെങ്ങ് ആദ്യമായിട്ട് കുലച്ചിട്ടുണ്ട്, അതായത് ചൊട്ട വന്നിട്ടുണ്ട്. ഇന്നത്തെ ടെറസ് ഗാർഡനിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ചെറി ടൊമാറ്റോ. ഞാനിത് തൈ വാങ്ങിച്ച് വെച്ച് കിളിർപ്പിച്ചതാണേ. ചെറി ടൊമാറ്റോസൊക്കെ ദേ പഴുത്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ. ഇത് നല്ലോണം പഴുക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് നോക്കി നിർത്താൻ പറ്റത്തില്ല. കാരണം കിളികളും ടെറസിലായതുകൊണ്ട് കിളികളും എലിയും ഒക്കെ കയറുന്നുണ്ട്. അപ്പം ഈ ഒരുവിധം പഴുത്തതിനൊക്കെ ഞാൻ പറിച്ച് എടുക്കുക. വിത്തിന് വേണ്ടിയിട്ടാണ് പറിച്ച് ഞാൻ പുറത്ത് വെച്ച് പഴുപ്പിച്ചെടുക്കും. പിന്നെ ഇതേ അടുത്ത വിശേഷം, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കളറ് മാറി വരുന്നുണ്ട്. ഇത് കണ്ടോ. പിന്നെ ദേ അടുത്തത് നമ്മുടെ മുളകുകൾ കാന്താരിയും മുളകും എല്ലാം വിളവെടുപ്പിന് പാകമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതും ഇന്ന് ഞാൻ പറിച്ചെടുക്കും. കാരണം എനിക്ക് കുറച്ച് നാരങ്ങ അച്ചാറിന് ഓർഡറുണ്ട്. അപ്പം അച്ചാറിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരിയും മുളകും ഒക്കെ വേണം. ഇത് കണ്ടോ. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച്, കാന്താരിയും ഈ വെള്ളക്കാന്താരി ഭാസ്കര മുളകല്ലേ എന്ന്. അല്ല കേട്ടോ, ഞാൻ ഒരിക്കൽ കാണിച്ചിരുന്നു കാന്താരിയുടെയും പച്ചമുളകിൻ്റെ ഇലകൾ തമ്മിലുള്ള ഡിഫറൻറ്റ്. ഇത് കണ്ട, ഹെയർ ഷേപ്പിലാണ് കാന്താരിയുടെ ഇല വരുന്നത്. വെള്ളക്കാന്താരിയുടെ ഇലയും ഹെയർ ഷേപ്പിൽ തന്നെയാണ് ഉള്ളത്. ഇത് പച്ചക്കാന്താരിയുടെയും ഇലയും ഹെയർ ഷേപ്പിൽ തന്നെയാണ് ഉള്ളത്. അതേസമയം മുളകിൻ്റെ ഇല കണ്ടോ, മുളകിൻ്റെ ഇല ഉണ്ടാവുക. ഈ വെള്ളമുളക് ഭാസ്കര എന്ന് പറയുന്ന മുളകാണ്, കാന്താരിയല്ല. ഇത് മുളകാണ്, എരിവ് ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. പിന്നെ അതേ എനിക്കിവിടെ മാലിമുളകുണ്ട്, പക്ഷേ ആയിട്ടില്ല, പൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് മാലിമുളകാണ്, നമ്മുടെ ഉണ്ട മുളകില്ലേ, എരിവ് വലിപ്പം കൂടുതലുള്ള, എരിവും ടേസ്റ്റും കൂടുതലാണ്. ഒരു വിരുദനെ കണ്ടോ, ഇവൻ എൻ്റെ പഴുത്ത മുളക് തിന്നും കേട്ടോ. ഇവൻ മാംസബുക്ക് മാത്രമല്ല സസ്യബുക്കും കൂടിയാണ്. ഉണ്ടോ, ഇവനിങ്ങനെ പമ്മി ഇരുന്നിട്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ചതാണ് ഇവൻ എൻ്റെ മുളക് തിന്നുകൊണ്ട് കയറിപ്പോന്നു. ഇത് കണ്ടോ, എൻ്റെ ഒരു മുളക് ചെടിയാണ്. മുളക് ചെടിയുടെ കമ്പ് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നു. ഇനി ഇവനെ നിവർത്തി വെച്ച് കെട്ടി വെക്കണം. ചിലപ്പോൾ ജോയിൻ്റായി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കെട്ടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ ഒടിഞ്ഞ മുളക് ചെടിയെ ഞാൻ ചോട്ടൊരു മുല്ലക്കമ്പ് കുത്തി വെച്ച് കൊടുത്തിട്ട്, ഇതുണ്ടോ, കീഴാർനെല്ലി മുളകിൻ്റെ ചോട്ടി കളയായിട്ട് വളർന്നതാണ്. അതിനെ പറിച്ച് അതിനെ കൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശക്തമായിട്ട് മഴ പെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇനിയും വീണു പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ ഈ കമ്പ് ചോട്ടി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വീഴത്തില്ല. ഈ കല്ലും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഉറപ്പിന്. അതിൻ്റെ ഇടയ്ക്കൂടെ മുളക് ഹാർവെസ്റ്റിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കയ്യിൽ മൊബൈൽ ഫോൺ ക്യാമറയും വേറൊരു കൈ കൊണ്ട് ഹാർവെസ്റ്റിങ്ങും. അപ്പം നമ്മുടെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വിത്തിന് വേണ്ടി ഞാനൊരു 6 ചെറുതക്കാളി പറിച്ചിരുന്നു. ആ 6 ചെറുതക്കാളിയിൽ 1 ആച്ചു എടുത്ത് കഴിച്ച്. ആച്ചു എൻ്റെ ഇളയ മോളെടുത്ത് കഴിച്ച്. പിന്നെ ദേ വഴുതനങ്ങ, അതും വിത്തിനുള്ളതാണ്. പിന്നുള്ളത് ദേ മുളകുകൾ, കാന്താരിയുണ്ട്, പച്ചമുളകുണ്ട്, ഭാസ്കര മുളകുണ്ട്, ബജിമുളക് ഒരെണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഉടങ്കൊല്ലി മുളക് ഒരെണ്ണമുണ്ട്, അതും ചെറുത് മുരടിച്ചു പോയി. അപ്പം വിളവെടുപ്പും കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.